CBI പുനരന്വേഷണ റിപ്പോർട്ടിൽ ആദ്യ റിപ്പോർട്ടിന് സമാനമായ റിപ്പോർട്ടെന്നാണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി പോരാട്ട തുടരാനാണ്? തീർച്ചയായും നമ്മുടെ മുന്നിലുള്ള വഴി അത് മാത്രമാണ്. കാരണം ഈ ഒരു നിയമവ്യവസ്ഥിതിയെ കൊണ്ട് എത്ര മടുത്താലും അതിൽ തന്നെ വീണ്ടും വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ മുന്നോട്ടുള്ള മാർഗ്ഗം. CBI ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും ആസ് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ത് കൊടുത്തോ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ ഒരു വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, കോടതി വളരെ വ്യക്തമായിട്ടൊരു 21 ചോദ്യങ്ങൾ CBIക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരം കണ്ടെത്താതെ CBIക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷ. അപ്പോൾ അതിനെങ്ങനെയാണ് അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു അർജുൻ്റെ പേരിലുള്ള ഈ ഒരു കേസും കൂടെ വന്ന ഒരു സാഹചര്യത്തിൽ അതും കൂടെ ഉൾപ്പെടെ അവർ ആൻസറബിൾ ആകുന്ന ഒരു സ്ഥിതിയാണല്ലോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും ഇനി അവരുടെ റിപ്പോർട്ടിനുള്ള കൗണ്ടർ ഞങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതെ, അതെ. ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ബാലഭാസ്കർ നന്നാക്കാൻ വേണ്ടി കൂടെ കൂട്ടി എന്നുള്ള ഒരു വാദം, വളരെ ബാലിശമായ ആ ഒരു വാദം തന്നെയാണ് CBI വീണ്ടും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പോലും ഫൈനൽ റിപ്പോർട്ടിലും കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വ്യക്തമാണ് CBIയുടെ പ്രതിയായി തന്നെ, കേസിൽ പ്രതിയായി തന്നെ നിലനിൽക്കെ അവർ ഇല്ല എന്നും ഞങ്ങൾ എന്നാൽ അയാൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്ന തരത്തിലുള്ള ഒരു ക്രൈമിൽ അയാൾ ഏർപ്പെട്ടിരിക്കുന്നു. CBIയുടെ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നോട്ടം വേണ്ട ഒരു സാഹചര്യത്തിൽ പോലും അയാൾ അവർ നിഷേധിക്കുന്ന തരത്തിലുള്ള, എന്നാൽ ഞങ്ങൾ ആരോപിക്കുന്ന തരത്തിലുള്ള ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഡ്രൈവറായി തന്നെ അയാൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബാലുച്ചേട്ടൻ്റെ കേസിലും ഇത് തന്നെ ആയിരിക്കാം സംഭവിച്ചത്. പ്രത്യേകിച്ചും തൃശ്ശൂരിലുള്ള ഒരു 5-6 മണിക്കൂർ ബാലുച്ചേട്ടനും മകളും മാത്രം അമ്പലത്തിൽ പോയിരുന്ന, ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മി ഹോട്ടലിലായിരുന്നു എന്ന് പറയുന്നു. ഈ അർജുൻ എന്ന വ്യക്തി 5-6 മണിക്കൂർ തൃശ്ശൂർ ടൗണിൽ പലയിടത്തും ഈ കാറുമായി സഞ്ചരിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. പക്ഷേ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് CDRൻ്റെ ബേസ് ചെയ്തിട്ട് ഇവർ കൊണ്ടുവന്നിട്ടില്ല, പരിശോധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ തീർച്ചയായും ഇനി വീണ്ടും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും റിപ്പോർട്ടറിലൂടെ തന്നെ 2020-ലും 2021-ലും മണിക്കൂറുകളോളം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ കൂടുതലായി ഒന്നും ഇപ്പോഴും സത്യം പറഞ്ഞാൽ നിലവിലില്ല. ഈ ഒരു കേസ് വന്നു എന്നുള്ളത് അന്നും നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളെ സാധൂകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതുമയായുള്ളത്. അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ CBIയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും സമയം അവരെ ചോദിച്ച് തന്നെ കോടതിയോട് ആവശ്യപ്പെട്ട് തന്നെ എടുത്തിട്ടും വീണ്ടും അതേ സ്റ്റാൻഡിലേക്ക് പോയെങ്കിൽ അവരുടെ മേലിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള എന്തോ സമ്മർദ്ദമുണ്ട് ഈ കേസ് ഈ രീതിയിൽ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ കബളിപ്പിച്ചത് ഞങ്ങളെയാണോ കോടതിയാണോ ജനങ്ങളെയാണോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. ഇവർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കൃത്യമായി തെളിഞ്ഞു. കാരണം ഇവർക്ക് ഓരോ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായതാണ്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ CBI ആ രീതിയിലൊരു അന്വേഷണം നടത്താത്തതെന്നുള്ള സംശയം തോന്നുന്നു. വളരെ വിചിത്രമാണ് ഇത്. അതാ ഞാൻ പറഞ്ഞത്, 2020-ലും 2021-ലും ഇതേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അവിടെ തന്നെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ ഒരു എന്താ പറയുക ദുരവസ്ഥ എന്ന് പറയുന്നത്. CBI ഇപ്പോൾ വിഷ്ണു അല്ലെങ്കിൽ തമ്പി അല്ലെങ്കിൽ അർജുൻ ഈ പറയുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ, ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും. അതിനപ്പുറമായി ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പലരുടെയും ഭാഗത്തു നിന്നും, പല സാക്ഷികളുടെ ഭാഗത്തു നിന്നും, ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെയും തമ്പിയുടെയും അർജുൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും വന്നിട്ടും അത് തമ്മിലൊന്ന് അതിൻ്റെ പൊരുത്തമൊന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രഡിക്ഷൻ ഒന്ന് പരിശോധിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും CBI ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ എന്നുള്ളതിനാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനെ പേരിടേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും ഒരുപക്ഷെ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള കൃത്യമായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത്.
ഇത്തരത്തിലുള്ള വലിയ മാഫിയകളാണ് ഇതിന് പിന്നിലെങ്കിൽ CBIയോ അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണ CJM കോർട്ടിൽ കണ്ടതുപോലെ ജുഡീഷ്യറിയെയൊക്കെ പോലും ഇവർക്ക് വാങ്ങാൻ കഴിയുമായിരിക്കാം. അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതേ നമ്മുടെ മുന്നിലുള്ള മാർഗം. അതാണ് പറഞ്ഞത്, നമ്മൾ പല ഘട്ടത്തിലും മടുത്തു. നമ്മൾ ഇത്രത്തോളം ചെയ്തിട്ടും അതിന് എന്താ പറയുക ഉത്തരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ഫലമുണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴും മടുക്കുന്ന ഓരോ ഘട്ടത്തിലാണ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊക്കെയോ ശക്തികൾക്ക് ആവശ്യമുണ്ട് സത്യം തെളിയിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ വോയിസായി ഇവിടെ നിലനിൽക്കുക എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ മാർഗം.